സാർ, കേരളത്തിലുടനീളം എമ്പുരാൻ തരംഗമാണ്. അതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് BJP-യുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ് ടീമിന് ആശംസകൾ. വരും ദിവസങ്ങളിൽ ഞാനും എമ്പുരാൻ കാണുന്നുണ്ട്. കേരളത്തിലെ ഇപ്പോൾ എമ്പുരാൻ തരംഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. കാരണം ഇപ്പോൾ ആശാ തരംഗമാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ പൊരിപൊരിയിരുത്തും കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുന്ന ആശമാരോടൊപ്പമാണ് എന്റെയും മനസ്സുള്ളത്. ആ അമ്മമാരെ കൂടുതലും 50% ദലിതരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വേണ്ടത്ര പരിഗണന സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിക്കാതെ പോകുന്നത്. ഏതെങ്കിലും ന്യൂനപക്ഷത്തിൻ്റെ ഒരു ഭൂരിപക്ഷമായിരുന്നു അവിടെയെങ്കിൽ ഇപ്പോൾ പരിഗണിച്ച് ആ കേസിനെ ജയിച്ച് അവർ വീടുകളിൽ സന്തോഷമായിട്ട് പോയി. ഈ ദളിതര ഇങ്ങനെ മതി എന്നുള്ള ആ നിധി നിഷേധം ഒട്ടും നമ്മളെ മനസ്സിന് ദഹിക്കുന്നതല്ല. തന്നെയല്ല അതിൻ്റെ തരംഗം കേരളം മുഴുവനും ഉണ്ട്. താനും കേരളമല്ല, ഒരുപക്ഷെ കേരളവും ഇന്ത്യയിലൊക്കെ പോകും. CPM നേതാക്കൾ പറയുന്നത് സുരേഷ് ഗോപിയുടെ ഉമ്മ ലഭിച്ചിട്ടുണ്ട് അവർക്ക്, അതുകൊണ്ടല്ലേ ഈ നടത്തി കൊടുക്കാത്ത കാര്യങ്ങൾ. അത് നടത്തി കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾക്ക് കാലതാമസം വരും. പക്ഷേ ഈ കേരളം അത് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. വയനാട്ട് കാര്യത്തിലും അതാണ്. കേന്ദ്രത്തിൻ്റെ തലയെ കൊണ്ട് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് അത് താമസിച്ചുകൊണ്ട് കോടതി കേസാക്കി അവരെ നാറിക്കാനാണ് നോക്കിയത്. അതുപോലെയാണ് ഇവിടെയും. ഇപ്പോൾ ഇത് കൊടുക്കാനുള്ള ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഇല്ല എന്നുള്ള കള്ളക്കണക്കുകൾ പറയുക, കള്ള നാടകങ്ങൾ കഴിക്കുക. മന്ത്രിയെ കാണാൻ ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയ മന്ത്രി എന്ത് ചെയ്യും? വ്യാഴാഴ്ച കാണാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലേ വ്യാഴാഴ്ച, എന്താ കാണാത്തത്? ഇന്ന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുകയല്ലേ, വ്യാഴാഴ്ച എന്താ കാണാത്തത്? അപ്പോൾ അവർക്ക് താല്പര്യം ചുമ്മാ നാടകം കളിച്ച് ഞാൻ മന്ത്രിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് കളിയാക്കിയതും പറ്റിച്ചതുമാണ് ഈ ആശാപ്രവർത്തകരെ. നമ്മൾ ചർച്ച മാറി ആശാപ്രവർത്തകരിലേക്ക് വന്നു. കേരളത്തിൻ്റെ മനസ്സ് അവരോടൊപ്പമാണോ? മനുഷ്യത്വമുള്ളവരുടെ മനസ്സ് അവരോടൊപ്പമായിരിക്കും. പിന്നെ കുറച്ച് ആഡംബരം, ആർഭാടം ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എമ്പുരാനിലേക്ക്, എല്ലാം തികഞ്ഞ് വയറും നിറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളി തോന്നി എന്ന് പറയുന്ന പോലെയാണ് സിനിമ കാണാൻ പോകുന്നത്. അല്ല തരംഗമൊന്നുമല്ല, ഇതൊരു തരംഗവുമല്ല. ഇത് അവർക്ക് പൃഥ്വിരാജിനും മോഹൻലാലിനും ഇമേജ് ഉണ്ടാക്കാനുള്ള ഒരു വ്യവസായ, ഒരു മാർക്കറ്റിംഗ് മാത്രമാണ്. അതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ ജീവിതം ഇതുപോലെ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ പോകും. ഇത് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ പോകും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാനും പോകുന്നില്ല. അതല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു വിനോദ വ്യവസായം എന്നുള്ള നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. ഒരു തരംഗമൊന്നും ഉണ്ടാക്കാനൊന്നും ഇത് പോകുന്നില്ല. അതിന് ഇതുപോലെ 9 സിനിമ വന്നാലും, എമ്പുരാനെ പോലെ 9 സിനിമ വന്നാലും അത് പറ്റുകയില്ല. നമ്മൾ ഈ ചുമ്മാ വെള്ളിത്തിരയിൽ കാണുന്നത് മാത്രം കണ്ട് അതിൻ്റെ ഒരു ടിൻസൽ വേൾഡിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ടും, പ്രത്യേകിച്ചും താങ്കളെ പോലുള്ള ആൾക്കാർ വളരെ കൗമാരപ്രായം അല്ലെങ്കിൽ യുവ പ്രായത്തിലുള്ളവരാകുമ്പോൾ നിങ്ങളുടെ ഒരു തരംഗമൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ളതിനോടൊരു താല്പര്യമൊക്കെ വരും. പക്ഷേ കേരളത്തിൻ്റെ സ്ഥായിയായ പ്രശ്നം ഇവിടെ അല്ല കഴിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും അത് കാണാൻ പോകും. കാരണം അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു. BPL പൈതൃകമായിട്ട് കിട്ടിയ ആളാണ് അദ്ദേഹം. BPL പൈതൃകമായി കിട്ടിയതിന് ശേഷം അവരുടെ വകയായിട്ട് 2 മൊബൈൽ അദ്ദേഹം ഇറക്കി. ഒരു നല്ല ഓണ്ടർപ്രന്യൂറാണ്. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെ വിജയിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം കാണാൻ ശ്രമിക്കും. ഒരുപക്ഷെ അതൊരു നല്ലൊരു പടത്തിന് വേണമെങ്കിലുള്ള മുതൽ ഇറക്കാനുള്ള പണവുമുള്ള ഒരു പ്രൊഡ്യൂസർ ആവാനും അദ്ദേഹത്തിന് കഴിയുന്ന ഒരാളാണ്. അതുകൂടാതെ നിരവധമായ റിസോർട്ട്സ് അദ്ദേഹത്തിൻ്റെ വകയാണ്. വിജയകരമായിട്ട് വിദേശികളുമൊക്കെ വന്ന് താമസിക്കുന്ന ഒന്നാണ്. പിന്നൊന്നും വേണ്ടല്ലോ, നമ്മുടെ ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ. ഏഷ്യാനെറ്റിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മതിയല്ലോ. അദ്ദേഹം ഒരു നല്ല വ്യവസായിയാണ്, പിന്നെ മാർക്കറ്റിംഗ് അറിയാവുന്ന ആളാണെന്നുള്ളത്, വ്യവസായിയാണെന്നുള്ളത്. അദ്ദേഹത്തെ ഇതിൻ്റെ എഡിറ്റോറിയൽ കാര്യങ്ങളിൽ ഇടപെടുകയേ ചെയ്യാറില്ല. അത് BJP-യുടേതാക്കാൻ ശ്രമിക്കുകയേ ചെയ്യാറില്ല. അതാണ് അതിൻ്റെ വിജയത്തിൻ്റെ കാര്യം. BJP-യുടെ ആക്കിയെങ്കിൽ പിന്നെ അതൊരു ജനം ചാനൽ പോലെ ആയിത്തീർന്നു. അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ BJP-യെ വിമർശിക്കാൻ ആ ചാനൽ ഇടപെടുന്നു. BJP-യെ കൂടുതൽ വിമർശിക്കുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എല്ലാവരും നോക്കിയിരിക്കുക എങ്ങനെയായിരിക്കും അവരിനിയും BJP-യെ ഇങ്ങനെ എങ്ങാനും സ്തുതിക്കുമോ? ഇല്ല. ശക്തമായിട്ട് അങ്ങനെയാണ് വേണ്ട ചാനൽ. അതിൻ്റെ എഡിറ്റോറിയൽ പോളിസികളിൽ ഉടമ ഇടപെടുന്നില്ല. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. ഇങ്ങനെ തന്നെയായിരുന്നു ഇന്ത്യ വിഷൻ. ഡോക്ടർ MK മുനീറായിരുന്നു ഉടമസ്ഥൻ. അതിൻ്റെ CEO എന്ന് പറയുന്നത് MV നികേഷ് കുമാർ ആയിരുന്നു. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാഹിത്യം ചമയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇന്നലെ മുതൽ നിയോഗിച്ചിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത് സൈബർ ലോകത്തിൻ്റെ നായകനായിട്ട് വന്നിരിക്കുക. അത് ഉപേക്ഷിച്ച് ഇന്ത്യ വിഷൻ പിന്നെ റിപ്പോർട്ടറായത് പോട്ടെ, നമുക്ക് വിഷയം അതല്ല. അപ്പോൾ ഇടപെടാതിരുന്നു. ഏറ്റവും പ്രമാദമായ ഒരു കേസ് തൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, ഐസ്ക്രീം പാർലർ കേസ്, റെജിനയുടെ കേസ് ഉണ്ടായിട്ട് പോലും അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ എല്ലാ വാദങ്ങളെയും പൊളിച്ചുകൊണ്ടുള്ള തെളിവുകൾ ആ ചാനലിൽ കൂടി വന്നുകൊണ്ടിരുന്നപ്പോഴും ഒരു തരത്തിലും ഇടപെടാൻ ഡോക്ടർ MK മുനീർ തയ്യാറായില്ല. പാർട്ടിക്കുള്ളിലൊരു ചെറിയ പ്രതിസന്ധിയും കുഞ്ഞാലിക്കുട്ടിക്ക് ഡോക്ടർ MK മുനീറിനോട് ഒരു ചെറിയ നീരസവും ഒക്കെ ഉണ്ടാവാൻ ഇടയായെങ്കിലും ചാനലിൻ്റെ എഡിറ്റോറിയൽ പോളിസി നമ്മൾ നോക്കിയിരുന്നു എന്തെങ്കിലും ഇടപെടുമെന്ന്. ഒരു ഇടപെടലും ഉണ്ടായില്ല.
അതുപോലെ വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു അകലം പാലിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് മറ്റേ ചാനലല്ല, അത് നമ്പർ 1 ആയിട്ട് തന്നെ ഇപ്പോഴും തുടരാനാണ് സാധിക്കുന്നത്. തന്നെയല്ല, കുംഭമേള സമയത്ത് ഇന്ത്യ മുഴുവൻ അതൊരു തരംഗമായിരുന്നു. അതിനെ സാക്ഷര കേരളത്തിൽ നിന്ന് പോകുന്ന ഈ സാക്ഷര കേരളത്തിൽ നിന്ന് അതിന് പോകുന്നു എന്ന് പറയുന്ന വിവരദോഷം പറഞ്ഞ ആ സ്ത്രീ, അതെ, വിവരദോഷത്തിന് കയ്യും കാലും വെച്ച ആളിനെ മാറ്റാൻ തയ്യാറായില്ല. മാറ്റിയെങ്കിൽ അതിന് വേറൊരു വേഷം വന്നേനെ. അത് BJPയുടെ ആളായിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് മാത്രം മാറിയില്ല. എന്നിട്ട് അവരെന്തോ ഒരു അവധൂതികയാണോ എന്തോ വലിയൊരു അമാനുഷികയാണോ എന്നുള്ള മട്ടിൽ ആ ചാനലിന് പ്രൊമോയും കൊടുക്കുന്നുണ്ട്, അതും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനെ പറഞ്ഞ ഒരാൾ പിന്നെ അടുത്തത് എന്താ പറയുന്നതെന്ന് ആൾക്കാർ നോക്കും, അതും മാർക്കറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എമ്പുരാനും ഒക്കെ കുറേ പേര് കണ്ട സിനിമയാണ് ലൂസിഫർ. ആ ലൂസിഫറിൻ്റെ ഒരു 2ാം ഭാഗമായിട്ട് കൊണ്ടും എന്തൊക്കെയോ കാണും. ഇതിനകത്ത് അത്ഭുതങ്ങൾ വേണം. ആളുകൾക്ക് മാജിക്കാണ് വേണ്ടത് എല്ലാ കാര്യത്തിലും, ചാനലിലായാലും സിനിമ സ്ക്രീനിലായാലും. ആ മാജിക്കുകളും ഒക്കെ നിറച്ച് എന്തൊക്കെയോ ആണിത്, ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള മട്ടിലൊക്കെ ചമച്ച് വെച്ച് നല്ലൊരു മാർക്കറ്റിങ്ങാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പോകുമ്പോൾ ഇതിൻ്റെ സിനിമയായിരിക്കത്തില്ല കാണുന്നത്, അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും നടക്കുന്നത്, എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതായിരിക്കും നോക്കുന്നത്. അല്ല വലിയ കലാമൂല്യമുള്ള ഒരു വലിയ സംഭവവും ഒന്നുമല്ല ഇവിടെ നടക്കുന്നതെന്നറിയാം. ഇതൊരു മാർക്കറ്റിംഗ്, കുറേ പണം, സിനിമയ്ക്ക് നഷ്ടപ്പെട്ട പണം. അല്ല, അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഇട്ടത്? ഈ യുവാക്കളെ ക്യാച്ച് ചെയ്യാനായിരിക്കും. അദ്ദേഹം വന്നത് മുതൽ തന്നെ പുതുതലമുറ വികസനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം യുവാക്കളെ കയ്യിലെടുക്കാനാണ്. അതെ, തീർച്ചയായിട്ടും പുതിയ കാലത്തിൻ്റെ ട്രെൻഡുമായിട്ട് ഇഴുകിച്ചേരുന്ന വ്യക്തിയാണ്. അതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിൽ നിന്ന് വോട്ട് കിട്ടിയ ചെറുപ്പക്കാരനാണ് ഈ ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മണ്ഡലത്തെ മത്സരിക്കുന്ന ചെറുപ്പക്കാർ ധാരാളമായിട്ടുണ്ട്. അവരുടെ ആസ്പിറേഷൻസ് മനസ്സിലാക്കണം. അത് ശരിക്കും മനസ്സിലാക്കിയ ആളാണ് നരേന്ദ്രമോദി. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഭൂരിപക്ഷവും അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുന്നത്, അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച്. കാരണം അവരുടെ ആസ്പിറേഷൻസ് അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അതൊരു മാർക്കറ്റിംഗ് അല്ല, ഒരു സ്ട്രാറ്റജി ആയിട്ട് ഉൾക്കൊണ്ടു. അതിന് വലിയ പിന്തുണ ലഭിച്ചു. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ആസ്പിറേഷൻസ്, ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരുടെ മോഹൻലാൽ ഫാൻസിൻ്റെ മുഴുവൻ ഒരു പിന്തുണയും ഒരു അനുഭാവവും, അവർ ആരാധകരാകുമെന്നല്ല, അനുഭാവവും ഇദ്ദേഹത്തിന് കിട്ടും. കാരണം ഞങ്ങളുടെ ഈ നായകൻ എന്ന് പറയുന്നത് ദൈവം പോലാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് കണക്കാക്കുന്നത്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ദൈവം, ഇതിനെ ഒന്നും പറഞ്ഞുകൂടാന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹവും വരുന്നുണ്ടല്ലോ എന്ന ഒരു കയ്യടി ചന്ദ്രശേഖർ എന്നൊരു മനസ്സിലെങ്കിലും തോന്നും. അങ്ങനെയുണ്ട്. ചെറുപ്പക്കാരുടെ എല്ലാം ഒരു ചെറുപ്പക്കാരെല്ലാം വോട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു പോസ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ആ ചെറുപ്പക്കാർക്ക് സന്തോഷമായി, അവരെ സംതൃപ്തികരാക്കി, അവരെ സംപ്രീതരാക്കി എന്നുള്ളതാണ്. അപ്പോൾ ആ മാർക്കറ്റിംഗ് ശരിക്കറിയാവുന്ന ആളാണ് ചന്ദ്രശേഖർ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇട്ടത്. ഇപ്പം പരമ്പരാഗത രീതിയിൽ നിന്ന് വേറെ ഒറ്റ രാഷ്ട്രീയ ഫിഗറും എമ്പുരാനെ പറ്റി എഴുതി കാണില്ല. ആദ്യമേ തന്നെ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ആ ട്രെൻഡ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിനുള്ള ഒരു കഴിവാണ്, ആ ഒരു എന്താ പറയുന്നത് പെർസെപ്ഷൻ. ആ പെർസെപ്ഷനാണ് അവിടെ വർക്ക് ചെയ്തത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്, പുതിയൊരു ശൈലി. കെ സുരേന്ദ്രനാണെങ്കിൽ ഇടുമായിരുന്നു, രാജേട്ടനായിരുന്നെങ്കിൽ ഇടുമായിരുന്നു, ആരാണെങ്കിലും ഇടത്തില്ല. ഉമ്മരൻ രാജശേഖരൻ ഇടുമായിരുന്നു, ഇല്ല. പരമ്പരാഗത രീതി. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ്. എമ്പുരാൻ വ്യത്യസ്തമായിട്ടൊരു ശൈലി സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഇത് രാഷ്ട്രീയ ശൈലിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലി ഇദ്ദേഹം കൊണ്ടുവരിക. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ ഈ മൂല്യങ്ങൾ അതൊന്നും അല്ല നമ്മളവിടെ നോക്കണം. അല്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം യുവാക്കളും ഭാവി രാഷ്ട്രീയവുമാണോ? തീർച്ചയായിട്ടുമാണ്. അവരുടെ ആസ്പിറേഷൻസുമാണ്. അവരോടൊപ്പം നീന്തുന്ന ഒരാളാണ്, ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരാളല്ല. ആ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ അതോ? പാർട്ടിക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. പാർട്ടി ആ പുതിയ ആൾക്കാരുടെ ടേസ്റ്റ്, ഇവർക്കൊക്കെ രാഷ്ട്രീയത്തൊക്കെ പറഞ്ഞത് പുല്ലാണ്. കാലത്തിനൊക്കെ നീങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. നാളെ തൊഴിലുണ്ടാക്കി തരാൻ കഴിവുള്ള ഒരാൾ, ഓൺട്രപ്രനർഷിപ്പ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാൾ, വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷകനായിട്ട് കാണും. പക്ഷേ ഇങ്ങനെ അദ്ദേഹം കാണാൻ നിൽക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ട്, ഈ ചില ഗുജറാത്തുമായി എല്ലാം ബന്ധപ്പെട്ട്. അതെ, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയെങ്കിൽ അല്ലേ ഈ കാലത്ത് പബ്ലിക് ശരിക്കും മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിറച്ചു വെച്ചിരിക്കുന്ന, അത് കലാമൂല്യമില്ലാത്തൊരു ഭാഷയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം ഈ കൂടുതൽ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്. അത് അത്തരം സിനിമകളോട് ചേർത്ത് പോവുക. അതുപോലെ തന്നെ ജനങ്ങൾക്കിഷ്ടം കൂടുതൽ വികസനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു നായകനാണ്. വികസനം വേണം അവർക്കെങ്കിലേ നാളെ ഇവിടെ ജീവിക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയും കാനഡയും ഒക്കെ കണ്ടു പതുക്കെ ഓരോ രാഷ്ട്രങ്ങളുമായിട്ട്
അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ, അവിടെ സ്വദേശി പ്രസ്ഥാനം വന്നു. അങ്ങനെ ഓരോ രാജ്യങ്ങളായിട്ട് വാതിലടയ്ക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഇന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. പെട്രോൾ പോലെയാണ്, ഇന്നല്ലെങ്കിൽ നാളെ അത് തീരും. അതുകൊണ്ട് ഇവിടെ വ്യവസായം വരണം, ആ വികസനം വരണം. ആ വികസനത്തിന് തിരികൊളുത്താൻ പര്യാപ്തനായ കഴിവുള്ള ഒരാൾ എന്നുള്ള ഒരു ആസ്പിറേഷൻ അദ്ദേഹത്തെക്കുറിച്ച് അവർക്കുണ്ട്. നരേന്ദ്രമോദി 2047 വികസിത ഭാരതമാക്കും. പിന്നെ ഇവിടുന്ന് ആർക്കും പോകേണ്ടി വരില്ല പുറത്തേക്ക്, സ്വന്തം പ്രേരണയാലല്ലാതെ പോകേണ്ടി വരത്തില്ല, ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കേരളത്തെ നയിക്കാൻ ഇദ്ദേഹത്തിന് കഴിയും എന്നുള്ള ഒരു സൂചന ലഭിക്കണമെങ്കിൽ ഈ ചെറുപ്പക്കാർ, നാളത്തെ വോട്ടർമാരാണ് ഇവർ, നാളത്തെ അല്ല ചിലപ്പോൾ ഇന്ന് തന്നെ വോട്ടർമാരാണ്. ഇനി വരുന്ന ആൾക്കാരുടെ ടേസ്റ്റുകൾ അനുസരിച്ചുള്ള പോസ്റ്റുകൾ ഇടേണ്ടി വരും. നമുക്ക് ഫേസ്ബുക്ക് ഇപ്പോൾ ആർക്കും വേണ്ട, ചെറുപ്പക്കാരൊന്നും കാണുന്നില്ല, എക്സിലാണ്. ആ എക്സിൽ തന്നെയാണ് ഈ പോസ്റ്റ്. അത് ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ച് അദ്ദേഹം ഇട്ടത്. അത് കാലാനുവർത്തിയായിട്ടുള്ള മാറ്റം. അത് മാത്രമേ അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളൂ, അല്ലെങ്കിൽ 2 വാക്കിൽ. കാലാനുവർത്തിയായിട്ടുള്ള മാറ്റം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.